കുറച്ച് പടക്കം പൊട്ടിക്കൽ അല്ലേ? അപ്പോൾ ദീപാവലി കേട്ടാ. അപ്പോൾ ദീപാവലിയായിട്ട് നമ്മൾ കുറച്ച് പടക്കം പൊട്ടിക്കാനായിട്ട് നാട്ടുകാരെന്ത് വിചാരിക്കും? അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് പടക്കങ്ങളുമായിട്ട് പൊട്ടുന്നത് വലിയ കാര്യമായിട്ടില്ല അല്ലേ? എല്ലാം മറ്റേ താഴെ വെച്ച് ചെറുതായിട്ട് പൊട്ടുന്നതും അതുപോലെ തന്നെ പൂക്കിറ്റി കമ്പിത്തിരി പോലുള്ള കുറച്ച് സാധനങ്ങളാണ്. പക്ഷെ ഫുള്ള് വെറൈറ്റി ആണ്ടാ, ഫുള്ള് വെറൈറ്റി അല്ലേ? അപ്പോൾ നമ്മൾ അധികം വൈകികളെ നമുക്ക് പടക്കം പൊട്ടിക്കാൻ തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി കേട്ടാ. അപ്പോൾ എല്ലാവരും അടിച്ച പൊളിക്ക് സേഫായിട്ടും സെക്യൂർ ആയിട്ടൊക്കെ പടക്കം പൊട്ടിക്കില്ലേ? കുട്ടികളൊക്കെ പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യട്ടാ. വീട്ടിലുള്ള നമ്മുടെ അച്ഛനോ അമ്മയോ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരുന്നിട്ട് പൊട്ടുന്ന സാധനങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വെറൈറ്റികളൊക്കെ എന്തൊക്കെ സംഭവം എന്നുള്ളത് നമുക്കറിയില്ല. ഇതൊക്കെ 20-25 വെറൈറ്റി ആണ് വേണ്ടി തന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ നിരത്തി വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ഒന്നായിട്ട് കൊളുത്താം കേട്ടാ. ഇതാ ഗ്യാസ് സിലിണ്ടർ കേട്ടാ, ഗ്യാസ് സിലിണ്ടർ ബോംബ്. ഇതാ സിലിണ്ടർ, ഇത് തന്നെ സിലിണ്ടറിൻ്റെ വേറൊരു കളർ കേട്ടാ. ഗിത്താർ ഇതെന്നാ ഗിത്താർ ഇത് പൊട്ടുന്നതല്ല കേട്ടോ. ഒന്നും സാധനങ്ങൾ എന്താണെന്നുള്ളത് കത്തിച്ചാലേ നമുക്ക് അറിയുള്ളൂ. റോക്കറ്റ്, ഹനുമാന്റെ ഗത കേട്ടാ. ഇത് 2-3 കളറുണ്ടെന്നാണ് പറഞ്ഞതില്ല, അതാണ് കൂടുതൽ മാറ്റുന്നത്. മണി ബാങ്ക്, ഇത് പൊട്ടുമ്പോൾ പൈസ വരുന്നതാണ്. ഇത് പൊട്ടിക്കും കുറച്ച് പിള്ളേരെ കൊടുക്കും പൈസ കൊടുക്കാൻ. പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഇതാ സിലിണ്ടർ പൊട്ടുന്നതാണിത്. സോഡാ ബോട്ടൽ, അണികുണ്ട്. പിന്നെ ഇതെന്തോ സാധനം കേട്ടാ, കയ്യിൽ വെച്ച് പൊട്ടിക്കുന്ന പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്കുള്ള സാധനങ്ങളാണ്, നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. സിംഹവാലൻ കുരങ്ങ്. പിന്നെന്താണ് ഇത്? കാറ്. രതീഷ് 2 കാറ് നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് രതീഷ് കൊടുത്തു കേട്ടാ. ഇത് വോൾക്കാനോ കേട്ടാ, ഇത് ഇന്തോനേഷ്യയിലുണ്ടാകുന്ന സാധനമാണിത്. പിന്നെ അതുപോലെ തന്നെ ഇതാ 7up, തംസപ്പ് സാധനങ്ങൾ തുടങ്ങിയ കുറേ ബോട്ടലുകൾ കാര്യങ്ങൾ. ഇതാ പട്ടാളക്കാരൻ്റെ ആർമിയുടെ പേരും കേട്ടോ. ഇത് എങ്ങനെ കൊളുത്തുന്നത് നമുക്ക് നോക്കാം, സമാധാനത്തിൽ നോക്കിയിട്ട് നമുക്ക് കൊളുത്താം. ഇത് വേറൊരു തരം മയിലിട്ടാ. പിന്നെ മണി ബാങ്ക് ഇതാ, ഇതിൽ ഇഷ്ടം പോലെ പൈസ കൊണ്ട് തന്നിരിക്കുകയാണ്. ഇത് നമുക്ക് നോക്കാം എന്താ സാധനം എന്നുള്ളത്. ഇതാ ഗോൾഡ് ഫിൽറ്റർ. ഇങ്ങനെ എടുക്കുന്നു, വലിക്കുന്നു, രതീഷ് കൊളുത്തുന്നു. ഇപ്പോൾ കാണിച്ചു തരാം എന്ത് സംഭവിക്കാൻ പോകണമെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, കുൽഫി ഐസ്. ഇതെന്താ കൊള്ളിപ്പടക്കോ? ഇതെന്താ ചീനിപ്പടക്കം അല്ലേ? ചീനിപ്പടക്കം കേട്ടാ. ചൈന പടക്കം എന്നാണ് അതിന് നമ്മൾ ചീനിപ്പടക്കം ഉണ്ടാക്കിയത്. ചീനിപ്പടക്കം മട്ടേ എമ്മു കോഴി മുട്ടയിടുന്ന സാധനം നമ്മൾ കൊളുത്തുമ്പോൾ എമ്മു മുട്ടയിടും. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ നാടൻ കോഴി മുട്ടയിടുന്നത് കേട്ടാ. ഇതൊക്കെ പരിപാടിയാണ്. ഇത് ലോറി, ബസ് അല്ലേ? പൂന്ന് ഇങ്ങനെ നോക്കുക എന്താ അങ്ങനെ പൂന്നുള്ളത് അറിയണമല്ലോ. പിന്നെ 7up, പെപ്സി, കോള. പിന്നെ ഇതെന്തോ ഒരു സാധനമാണ്. മോളിപ്പോൾ പൊട്ടുന്നു, താഴത്തിന് പൊട്ടണല്ലേ? സ്വർണ്ണത്ത് പൊട്ടണ കേട്ടാ. ഇത് തണ്ണിമത്തൻ കേട്ടാ. പിന്നെ വേറെ റോക്കറ്റ്, ഫ്ലൈറ്റ്, സ്കൈ ഷോട്ട് കേട്ടാ. 40 ഗ്രീഷ്മ. ഇത് എന്തോ കയ്യിൽ വെച്ച് പൊട്ടിക്കണമെന്ന് പറഞ്ഞത്. ഇത് ചെക്കൻ പൊട്ടിക്കുമ്പോൾ പൊട്ടിക്കുന്ന പറഞ്ഞു നോക്കാലോ. പിന്നെ ഇത് ബുസ് വേണം പൂന്നാ പറയാം തമിഴ്മാരെ. എങ്ങനെ പോട്ടപ്പത്. ഇതും മറ്റേ ഇതാണ് കേട്ടാ സിലിണ്ടർ. ഇതാ അവിടെ ഇരിക്കട്ടെ. ഇത് മറ്റേ വെൽക്കം ബോംബ് കേട്ടാ. പിന്നെ ഇനി എന്താ ഉള്ളത്? ഇത് പിന്നെ നമ്മൾ വേണം അല്ലേ? ഇത് മുകളിൽ പോയി പൊട്ടുന്ന റോക്കറ്റ് കേട്ടാ. അപ്പോൾ നമുക്ക് ഇത്ര സാധനം കൂടെ പൊട്ടിക്കാൻ പോരെ തന്നെ തുടങ്ങല്ലേ? ഇതാണ് നമ്മൾ ആദ്യം പൊട്ടിക്കണ്ട. വെൽക്കം എഴുതിക്കട്ടാ. വെൽക്കം ഷോട്ട് എഴുതിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം പൊട്ടിച്ച് നോക്കാം. ഓക്കെ, ഇത് വെൽക്കം ഷോട്ട് എന്നാ പറഞ്ഞിട്ടാ. ചിലപ്പോൾ രാത്രി പൊട്ടിക്കണമെന്ന് അറിയില്ല. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മളെ പറ്റിച്ചാണ് വലിയ ബോക്സ് ഒക്കെ നിന്നിട്ടാ. ഇതെന്ത് വില എന്നൊന്നും ഓർമ്മില്ല. പൊട്ടിച്ചോ എന്നാ കൊളുത്തിക്കാം. ഇത് കൊടുത്താൽ നമ്പത്തിരി പിടിക്കാം. ഓക്കെ, റെഡി? വെക്കാൻ പോണ്. അങ്ങനെയാണല്ലേ? കഴിഞ്ഞ ഇത്രയേ ഉള്ളൂ. അത് ചെറിയൊരു വെൽക്കം ആണ് കേട്ടോ, അല്ലാതെ വലിയ പൊട്ടലൊന്നുമില്ല. അപ്പൊ അടുത്തത് നമുക്ക് എന്താ സംഭവം നോക്കാം. കഴിഞ്ഞില്ലേ? പൊട്ടുവോ? പൈസ പോയ പോക്കേ. നല്ല രസമുണ്ട് കേട്ടോ സംഭവം. ഇത് നമുക്ക് എന്താ അറിയാം, പിള്ളേർ കളിക്കാൻ കൊടുത്തത് അല്ലേ? ഏതാ പക്ഷെ അടിപൊളി സാധനം, അടിപൊളി. അത് കൊടുത്ത് ഇതിലൊന്ന് കൊടുത്ത് മാറ്റമുണ്ടോ നോക്കാം. വേറെ കളറാണ്.
കേട്ടാ. അത്രേ ഉള്ളൂ കേട്ടാ. ലാസ്റ്റ് ഒരു പോക്കല്ലേ അതിൽ ഷാട്ടി പൊളിട്ട സംഭവം ഗതയാണ്. ഇത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ വെച്ചിട്ട് പല പരിപാടിയുണ്ട് ഇതിൽ. അതെ. ഇനി യമു കോഴി മുട്ടയിടുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇപ്പം കാണാട്ടാ. ഇതാ വെക്ക്, അതും വെക്ക്, രണ്ടും ഒപ്പം കൊടുത്തു കേട്ടാ. പൊട്ടുവോ ഇല്ലല്ലോ, തോന്നണം. അപ്പുറത്ത് പോയി അതിലും പോയി. ആ മുട്ട മുട്ടയിടും. ആ മുട്ട ഇടാൻ പോണേ ഉള്ളൂട്ടാ. ആ അതാ വരും. വാ അതാ അടിപൊളിട്ടാ ഇതേ. അതെ സംഭവം എന്താ അറിയാം, സംഭവം വിഷയം ഞാൻ പറഞ്ഞത് മുട്ടയിടുന്നതിന് മുന്നേ കോഴി കത്തില്ലേ, അതാണ് സംഭവം. വലിയ എമ്മുവായതല്ലോ ഇനി കോഴിന് കത്തുന്നേക്കരാ. അപ്പൊ ചെറിയ മുട്ടയാണുള്ളത് കോഴി. ഇത് കൊള്ളാട്ട സംഭവം, അടിപൊളി സാധനം അല്ലേ. കുട്ടികൾക്ക് ഭയങ്കര ഇതായിരിക്കും കേട്ടാ. ഇത് കാറ്റ് അയഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിടിക്കല്ല, ഇത് പൊട്ടുമൊന്നുമില്ലല്ലോ. ഇല്ല, ഭയങ്കര ടെക്നോളജി ആയിപ്പോയി. എന്നാ ഇതാ ഒന്നുമില്ല, ഇതാ കഴിഞ്ഞു. ഒന്നുമില്ല കേട്ടതാ, വെറും ബലൂണ് അല്ലേ. അതാ അടിപൊളി പരിപാടി സംഭവം. നല്ല മുട്ട അതിലത് അതിനെന്ത് പഠിക്കാം. ഇത് കത്തി വാളല്ല, ഇത് ചെറിയ കത്തിയാണ്ടാ. നോക്കാം, ഇതൊക്കെ പൊട്ടുന്നതല്ല അത്. അടിപൊളി. ഇങ്ങനെ എല്ലാവരും അടിപൊളിയല്ലേ, പൊളിച്ചത്. അങ്ങനെ ക്യാമറമാനൊക്കെ ഓടി കൊടുത്ത് സംഭവം പൊളിച്ചിട്ട് അത് രസമുണ്ട് അല്ലേ. ഒരു പൈപ്പ് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് 2 ടിന്നടിച്ചിട്ടാ തന്നെ അല്ല, അത്രേ ഉള്ളൂ. ഇനി AK-47 കൊളുത്താൻ പോട്ടാ, വായിക്കാൻ പോട്ടാ. ഞാൻ പണ്ട് ഭയങ്കര സംഗീത സംവിധായകനാണ്. കൊളുത്ത് ഇതൊന്ന് പൊട്ടുന്നത് കേട്ടാ. സംഗീതമേ അമര കലാപമേ പൊട്ടില്ലല്ലേ. ഇത് കൊള്ളട്ടാ, നല്ല ടൈമുള്ള സാധനമാണ് ഇതാ. വാവ് രസമുണ്ട്. നമ്മൾ ആക്കളല്ലാണ്ട് വരുന്നത് കഴിഞ്ഞ അത്രേ ഉള്ളൂ. സംഭവം കൊള്ളാട്ടോ അത് അല്ലേ. ഇതാകെ ചെറിയൊരു അട്ടപ്പെട്ടിയിലേ എന്താ പരിപാടി നോക്കണല്ലോ. ഒന്നുമില്ല കേട്ടോ അതിനകത്ത്, ഒന്നുമില്ല. ജസ്റ്റ് ഒരു കുറ്റി മാത്രം ഇവിടെ പിടിപ്പിച്ചിരിക്കണം. എന്താ ഇതിലൊരു കുറ്റി ഉണ്ട്, അത്രേ ഉള്ളൂ അല്ലേ. ചൂടുണ്ട്, അതുകൊണ്ടാണ്. എന്നാ ഇത് മോസില്ല, മോസല്ല എന്ന് പറയാം, മോസാ അല്ലേ. കൊളുത്ത് മോളി കൊളുത്തിക്കാം. അതന്നെ കളി കൊളുത്തിക്കാം കേട്ടോ. പൊട്ടു വന്നോ അറിയില്ല, ആണെന്നോ. അപകടമല്ല കേട്ടാ അല്ലേ. എല്ലാം രസകരമായിട്ട് കുട്ടികൾക്ക് പറ്റിയ സാധനങ്ങളാണ്. നമ്മൾ ഒരു തിരി കൊളുത്തുമ്പോൾ അടുത്ത തിരിക്ക് ഓട്ടോമാറ്റിക്കായി കണക്ട് ആയി പിടിക്കാം അല്ലേ. നല്ല രസമുള്ള പരിപാടി കേട്ടോ, സൂപ്പർ സാധനം. ഇനി സിലിണ്ടർ ബോംബ് ഇട്ടാ. സിലിണ്ടറാണ്, ഗ്യാസ് സിലിണ്ടർ ഒക്കെ പൊട്ടിത്തെറിച്ച് പറഞ്ഞില്ല അന്ന് പോലെ. ഇത് കളറാണ് അല്ലേ. വാവ് അടിപൊളിട്ടാ. ഓ സൂപ്പർ. ഒരു കളറേ ഉള്ളൂ, നീല കളർ. പച്ച 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 മഞ്ഞയായി. ഇത് പൊട്ടിത്തെറിക്കുണ്ടല്ലേ. പക്ഷെ ചെറിയ പ്ലാസ്റ്റിക് ആണ്, അത് പൊട്ടാനുള്ള ചെറിയൊരു പ്ലാസ്റ്റിക്കാണ് കൊടുത്തില്ല. ഹെവി പ്ലാസ്റ്റിക് ഒന്നും കേട്ടാ. ഇതണ്ടാ നല്ല രസമുണ്ടായിരുന്നു അത്. പക്ഷെ ഇതാണ് സിലിണ്ടറിന്റെ. അപ്പൊ സിലിണ്ടർ, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഇതുപോലെ ഇരിക്കും അല്ലേ. അതാണ് ഒരു സംഭവം. ഇനി ഇതിന്റെ നീലയുണ്ട് കേട്ടോ, നീല അതും കൂടി നമുക്ക് കൊടുക്കണം. അടുത്തത് നീലട്ടാ. നീല എന്താ സ്ഥിതി നോക്കാം, നോക്കാം. കൊളുത്തിക്കോ.
വാവ്, ഇത് അടിപൊളിട്ടാ. ഇല്ലേ, നക്ഷത്രം, സ്റ്റാർ. അത് പൈസ പോയതിന് പൈസ പോയി. അത് പൈസ പോയി. ഒന്നും കാണാനില്ല, പുക ഒന്നും നിർത്തിയില്ല, അത്രേ ഉള്ളൂ അല്ലേ. പക്ഷെ പൊട്ടുന്നതാണിത്, കഴിഞ്ഞ പോലെ തന്നു വിട്ടാണ് തോന്നട്ടാ അല്ലേ. പൊട്ടേണ്ട സാധനമാണ്, പൊട്ടുമ്പോണ്ട തന്നത്. പക്ഷെ നിന്നില്ലേ, ചെറിയ പുകയുണ്ട്, പരിപാടി തീരട്ടാ. ഇന്ന് നമുക്ക് പോവാം. കുറച്ച് നേരം നിന്ന് നോക്കി പൊട്ടില്ലട്ടാ. ഇല്ല, ഒന്നുമില്ല, അത്രേ ഉള്ളൂല്ലേ, അത്രേ ഉള്ളൂ. ആ സംഭവം ഇതാണ്ടാ ഇതില്ലേ. പക്ഷെ പൊട്ടുന്നതാണ് കേട്ടാ. ഇതാ പേപ്പറൊക്കെ ഉണ്ട് കേട്ടാ, പക്ഷെ പൊട്ടില്ലല്ലോ. ഇതാണ്ടാ, ഇത് പറ്റിച്ചല്ല സംഗതി. മരുന്നില്ല, തീർന്നു പോയിട്ടില്ല. പേപ്പറൊക്കെ ഉണ്ട്, പക്ഷേ അത് കണക്റ്റ് ആയിട്ടില്ല കേട്ടാ സാധനം. അടുത്തതേ മരുന്ന് കണക്റ്റ് ആയിട്ടില്ല കേട്ടാ. ഇതിനുള്ളിലുണ്ട് ഇതാ, പൊട്ടാത്താണ് സംഭവം. പഴയ സ്റ്റോക്കാണ്, അതാണ്. പുതിയതാണ് നമ്മളെ പറ്റിച്ചവർ കേട്ടാ. നമുക്കിനി അടുത്ത് പൊട്ടിക്കാം. ഇത് മണി ബാങ്ക് കേട്ടാ, മണി ബാങ്ക് പൊട്ടിക്കാൻ വേണ്ടി പോകണം. എന്നാ കത്ത് പൊളിച്ച് കേട്ടാ. പൈസ ഇതാ 500 നോട്ട്, ഫേക്ക് മണിയാട്ടാ, ഫേക്ക്. ഒറിജിനൽ അല്ല അത്. എനിക്ക് കുറെ കിട്ടിയാ എടാ. 1, 2, 10, 15, 20, 25, 30, 35, 3500 റുപ്യ കിട്ടി. 7, 8, 9, 10, 11, 5500 റുപ്യ. അപ്പൊ എത്ര ഉണ്ട് ഇപ്പൊ? 5ഉം 3, 8500, 9000 രൂപ അല്ലേ. ആ ഓക്കെ ഓക്കെ. വാ, ഇന്നത്തെ വെച്ചാലോ, ഒന്നുകൂടെ വെക്ക്. $50 നോട്ടെ ഉള്ളത്. മതി മതി, കുറച്ച് വെള്ളത്തിൽ പോരോ. ആ മണി ബാങ്കില് കുറച്ച് പൈസ വെള്ളത്തിലാണ്ട. അപ്പോഴേതാ 1000 കിടക്കണ്ട, കുറച്ച് അപ്പുറത്തൊക്കെ പോയിട്ടുണ്ട്. ഇത് നോക്കി 50 രൂപ അല്ലേ. 50 അല്ലേ ഇത്? 50 രൂപ അടിപൊളി നോട്ട് കേട്ടാ. ഇതെല്ലാം നമുക്ക് ജിത്തു ചായ കുടിക്കാൻ കൊടുക്കട്ടെ അല്ലേ. എന്നാ ചായ കുടിട്ടാ, എല്ലാം ചെലവായി കേട്ടാ. പോകട്ടെ, ആരും കാണണ്ട, പോകത്തില്ല. ആ ഓക്കെ. ഇത് മണി ബാങ്കിനെ ചെറുത്. ഓടിച്ചോ. ഓ ഇതിനകത്ത് ഒരുപാട് പൈസ. 500, 1000, 200, 300, 400, 500. ചെറിയ ചെറിയ പൈസ കേട്ടാ. അതാ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. കഴിഞ്ഞ അത്രേ ഉള്ളൂ. സൗണ്ട് ഒന്നും എവിടെ ഉണ്ട് പൈസ. എന്റെ പൈസ പകുതി കീറിയിട്ടാ റിസർവ് ബാങ്ക് കൊടുത്ത് മാറ്റണം കേട്ടാ. കീറിയതൊക്കെ മാറ്റല്ലേ അല്ലേ. കുറെ പൈസ ഇട്ടിട്ടത് ലക്ഷ്മണ് കൊടുത്താലത്. ഇത് ലക്ഷ്മൺ കൊണ്ടാ എന്നാ ലക്ഷ്മണ ചെലവിരിക്കട്ടെ. ദീപാവലിക്ക് പൈസ എന്തിനാ പറയാ കേട്ടാ. കൊക്കക്കോള കേട്ടാ, കൊക്കക്കോള. ഇത് ക്യാൻ തുറന്നിട്ടെന്തൊക്കെ കാട്ടണമെന്നാ പറഞ്ഞത്. ആ അങ്ങനെ വരും അല്ലേ. ഇത് എനിക്ക് തോന്നുന്നു രാത്രി പൊട്ടിക്കണം, അതിന് പകൽ പൊട്ടിച്ചാൽ കൊളുത്തുന്നേ കേട്ടാ. പൈസ മുതലാണ് അല്ലേ. അടിപൊളി സാധനം കേട്ടാ. ചെറുതാണ്, രാത്രി പോലെ തന്നെ നമുക്ക് രാത്രി ബാക്കിയുണ്ട് കേട്ടാ. ഇനി നമുക്ക് രാത്രിയാ ഒരു സിഗരറ്റ് വലിച്ച് തുറക്കണം എന്ന് വെച്ചാ. ഇത് ആ കൊളുത്തിട്ടാ. ആ കൊളുത്ത്. ചിലപ്പോ പൊട്ടിയാലേ. വാവ്, അടിപൊളി കേട്ടാ. ഒരേ കളറല്ലേ, നീല ഒറ്റ കളറല്ലേ. ആരോട് കളി. ആ അത് മഞ്ഞല്ലേ, ഇത് നീല കേട്ടാ. അതാണ് സംഭവം. പക്ഷെ ഭയങ്കര ടൈമിങ് കിട്ടുന്നതില്ലേ. അത് അടുത്തത് പൊട്ടിയതാണ് അല്ലേ. നല്ല ടൈമിങ് കിട്ടും. അതിലൊന്നും ഒരു കളറും കൂടി ഒന്ന് പൊട്ടിച്ചു. ആ അതെ, പുക മൂട്ടി കൂടെ പോകുന്ന മാത്രം. ഇനി ഒന്നുകൂടെ കൊടുത്തത് എന്ത് ഇതാണ് വരുന്നത് നോക്കാമല്ലോ. വാവ്, ഓറഞ്ച് അല്ലേ, ഓറഞ്ച് കളർട്ടാ. ഇതെന്തായാലും പൈസ മുതലാണ് കേട്ടോ. അത് ചെറിയ സാധനമാണല്ലേ കണ്ടാ. നല്ല ടൈമിംഗ് ഉണ്ട് അല്ലേ കുട്ടികൾക്ക്. ട്രെയിനിന്റെ പുക വരുന്നത്. അതെ,
രസമുണ്ട് സാധനം. ഇതിലെന്തായാലും നിറക്കണമെന്നുള്ളതാണല്ലേ കളർ പൊടി അല്ലേ? അത് ഇങ്ങനെ വരാല്ലേ? എന്തോ സാധനം ചെറുതണ്ട പ്രഷർ കൊടുക്കണ്ടാവും കഴിഞ്ഞു കത്തിക്കുമ്പോൾ. കഴിഞ്ഞു കേട്ടാ. ഇത് നാടൻ കോഴി എങ്ങനെ മുട്ടയിടുന്നുള്ളത് ഇപ്പൊ നമുക്ക് കാണാം കേട്ടാ. നമ്മൾ കൂട്ടിനുള്ളിലാണ് കോഴി മുട്ടയിടുന്നത്. ഇതിലാണ് കൊടുത്തിട്ട് കേട്ടാ. അതിന് 2 തിരിര് നാടൻ കോഴിമുട്ട. അത്രയുള്ളൂ. എന്താവും നോക്കാം. അത് ഒന്നിൽ കൂടെ പോയി അടുത്തിൽ കൂടെ വരികയാണല്ലേ? ഇത് സംഭവം കൊള്ളട്ടാ. പക്ഷെ നല്ല സൗണ്ട് ഉണ്ട് അതിന്. കിരികിരി പറയല്ലേ? ഇത് പൊട്ടിയിട്ടാ. മുട്ട പൊട്ടി. അതെന്താ പറയാ, അത് ഈ ഊള മുട്ടയാണ് കേട്ടാ. ഇത് നല്ല മുട്ട. അതെ, അതാണ് ഒരു സൗണ്ട് ഉണ്ടാക്കി കോഴി മുട്ടയിടണം കേട്ടാ. ഇതാണ് കോഴി മുട്ടയിടുമ്പോഴുള്ള സൗണ്ട്. 1 2 3 സ്റ്റാർട്ട്. പോട്ടെ 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 പോട്ടെ. കാർ അത്രയും പോട്ടാ. അടിപൊളിയെ പോട്ടാ. സംഗതി പൊളിച്ചുട്ടാ. എന്റെ അവിടെ പോയി തിന്നു. സംഗതി കൊള്ളാട്ടാ. റോട്ടിൽ വിട്ടാൽ അടിപൊളിയായിരിക്കും. നമ്മൾ പിന്നെ റോട്ടിലേക്ക് പോയില്ല, നമ്മൾ ഇവിടെ തന്നെ വിട്ടാ കേട്ടാ. സംഭവം അടിപൊളിയാട്ടോ. കൊള്ളാം അല്ലേ? ഇനി കാർ കുട്ടികൾ കളിക്കാൻ കൊടുക്കാം. ഇത് സെൽഫി സ്റ്റിക്ക് കിട്ടാ. നമ്മൾ സെൽഫി എടുക്കുമ്പോൾ ഇതിങ്ങനെ കൊളുത്തി പിടിച്ചാൽ മതി. നല്ല രസമുണ്ടോ? പിടിക്ക് കൊളുത്ത്. നോട്ടെ 2 കൊടുത്തുണ്ട്. സംഭവം തന്നെ വെളിച്ചം തന്നെ കേട്ടതാ. ഫോട്ടോ കൊടുക്കാം കേട്ടത്. ഓഹോ, ഫ്ലാഷ് അടിക്കാണ്. ഫ്ലാഷ് ഓരോരോ പരിപാടി അല്ലേ? ഇത് കൊള്ളടാ. സമയമുണ്ട്, ടൈമിംഗ് ഉണ്ട് കേട്ടാ. ഒരു സെൽഫി എടുത്ത് തീരുന്ന വരേക്കുള്ള സമയം കിട്ടും. വാ വാ. അടിപൊളി കേട്ടാ. സംഭവം അടിപൊളി. എന്തായാലും ചെറിയ പരിപാടിയാണെങ്കിലും നല്ല സൂപ്പറായിട്ട് അതിൻ്റെ കണ്ണൊക്കെ ഒരു മങ്ങലായിപ്പം അങ്ങനെ അങ്ങനെ പല മിന്നലായിട്ട് കാണുന്നു. ഇനി ഇന്ത്യൻ ആർമിൻ്റെ സാധനം കേട്ടാ. ഇരുട്ടായി കൊണ്ടിരിക്കുന്നത്. ഇരുട്ടിൻ്റെ മുന്നിൽ കൊളുത്തേണ്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ? കൊളുത്താം. അതല്ലേ അതല്ലേ കളി. അടിപൊളി അടിപൊളി സാധനം. ഇനി ഉണ്ട്, തീർന്നിട്ടില്ല. കഴിഞ്ഞിട്ട് ഇനിയുണ്ട്. അടുത്ത് വരുന്നുണ്ട്. അടുത്തൊരു കണ്ടാണ്ട്. ഇത് ആദ്യം ഇങ്ങനെ ചെറിയ ചെറിയ പേടിപ്പെടുത്തി കഴിഞ്ഞിട്ട് അവസാനം നല്ല അമിട്ട് പോലുള്ള സാധനം പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടല്ലേ? എടുക്കാനല്ലേ? എടുക്കാം. പക്ഷെ നല്ല വെയിറ്റ് കിട്ടും സാധനത്ത് അല്ലേ? ഇത് നമുക്ക് അടുത്ത സാധനം. ഇത് മറ്റേ MRF സച്ചിന്റെ ബാറ്റും ബോളുമാണ് കൊളുത്തിക്കുക. ബോളിലാണോ കൊളുത്തത്? ബാറ്റിലാണോ? ബാറ്റിൽ കൊടുത്തത് ആദ്യം. പിടിക്കട്ടാ. MRF ബാറ്റ് കണ്ടതാ. പിടിച്ചോ. ഇനി ഇതിൽ കൊളുത്തിയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടാ. എന്താ സാധനം എന്ന് അറിയില്ല. നോക്കാം. പൊട്ടുവെന്നുള്ളതാണ്. അതാ അത് സംഭവം അടിപൊളി അല്ലേ? ബാറ്റ് നമ്മൾ കൊളുത്തുന്ന സമയത്ത് കൊളുത്തി കഴിഞ്ഞിട്ട് വേണം ഇത് വെക്കാനായിട്ട്. ആ അടിപൊളി സംഭവട്ടാ. ചെറിയ പൈസ അല്ലേ? മുതലായി അല്ലേ? പക്ഷെ ഇതിനകത്ത് ഒന്നുമില്ല. അത് വെറും അട്ട തന്നെയാണ്. ഇത് ശരിക്കും നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇത് കൊളുത്തിട്ടില്ലേ? ഇട്ടിട്ട് മുകളിലേക്ക് തട്ടി വിട്ടിട്ട് പൊട്ടിക്കുന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ അപ്പോഴേക്ക് ഇത് പൊട്ടുമെന്നുള്ളതാണ് സംശയം. അതുകൊണ്ടാണ് നമ്മൾ താഴെ വെച്ച് പൊട്ടിച്ചത്. ഇത് കാർ ഇട്ടാ. കാർ ഇത് നമ്മൾ വിചാരിച്ച കാറല്ല ഇതാ. ഇതെന്താ സാധനം അറിയോ? ഇങ്ങനെ മുകളിലേക്ക് കിരികിരി പോകണമെന്ന് തോന്നുന്നു. കൊടുത്തിക്കോ. ഒന്നും നോക്കണ്ട. കൊടുത്തിട്ടാ
പൊളിച്ചു അല്ലേ സംഭവം ചെറിയ സാധനമാണല്ലേ കാരണം നീ അതിന് പേടിക്കുന്നേ പൊട്ടില്ല അത് പേടിക്കണ്ട കേട്ടാ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അതെ സാധനം ചെറുതാണല്ലേ അടിപൊളി കേട്ടാ നല്ല രസമുണ്ടായിരുന്നു ഇനി നമുക്ക് ചങ്ക് ചക്രം അല്ലേ 5G പിസ്റ്റലിന്റെ ബോക്സിൽ നമുക്ക് വെക്കാം കൊടുത്ത് അടിപൊളി അടിപൊളി കേട്ടാ നല്ല രസമുണ്ടല്ലേ ഇത് നമ്മൾ കുൽഫേസ് ഇത് കൊളുത്തി കണ്ട് അല്ലേ അതെ എന്നാ കൊളുത്തിക്കാം അത് കൊള്ളാട്ടോ ഇത് കൊളുത്തി കണ്ട് ഐസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ വായിട്ടാലേ പക്ഷെ രസമുണ്ട് വ്യത്യസ്തമായ പരിപാടികൾ അത്രയേ ഉള്ളൂ അല്ലേ രസമുണ്ട് സാധനം സിംഹവാലൻ കുരങ്ങ് സിംഹമാണ് അതിലെ കുരങ്ങൊന്നുമില്ല കൊളുത്ത് കാട്ടിലെ രാജാവാണ് അതുപോലെ തന്നെയാണ് മുകളിലേക്ക് പോകണം പൊളിച്ച സാധനം പൊളിച്ച സാധനം ഡബിളാണ് ഡബിൾ അല്ലേ ആദ്യം പതുക്കെ കത്തിയിട്ട് പിന്നെ ഇത്തിരി കൂടെ ഫയറായിട്ടാ ഗർജിക്കുന്ന സിംഹം പറയുന്നുണ്ടാ അതാണ് സംഭവം ഇത് വിസിൽ സംഗ്രഹക്കരണ പറഞ്ഞത് ഇത് ഓട്ടയുള്ളതുകൊണ്ട് വിസിലെടുക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും നല്ല ഒപ്പമുള്ള സ്ഥലത്ത് വെച്ചോ റെഡി കൊളുത്തിക്കോ കേട്ടാ വിസിലെടുക്കണം ഇത് സംഭവം സെറ്റാണ് നമ്മൾ മണ്ണിൽ വെച്ചോണ്ടേ ശരിക്കും നല്ല തറയിൽ വെക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയായിട്ട് കാണാം നമുക്ക് ഒന്നും കൂടെ ഉണ്ട് സാധനം ഒന്നുകൂടെ കൊളുത്തി നോക്കാം നമുക്ക് അല്ലേ ഇവിടെ വെച്ച് കൊടുത്താ വിസിൽ സംഗ്രഹമാണ് ഭയങ്കര സാധനമല്ലേ അടിപൊളി സാധനം അടിപൊളി ഇട്ടെന്തായാലും രസമുണ്ട് വിസിൽ സംഗതി ചക്കണം ഇതെന്താ ഹെലികോപ്റ്റർ ആട്ടാ ഇതെന്താ സാധനം ഒന്നും അറിയില്ല എന്താ ചോദിച്ചാൽ എന്താ ഹെലികോപ്റ്റർ പോലെ ഉണ്ട് കൊളുത്തി വിട്ടാണേ പോട്ടെ എവിടെയും പോട്ടെ എന്നാ വിട്ടോ ആ കൊളുത്ത് എന്താവുന്നോ പൊട്ട് കേട്ടോ അടിപൊളിയാണ് സാധനം അല്ലേ പേരച്ചോട്ടാണ് കൊളുത്തിക്കോ ഓ കൊടേതാ വരുട്ടാ ഇതാ വരും കൊട 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 പിടിച്ച അതെന്റെ കൊട അതാ വരുന്നു അടിപൊളി അല്ലേ കൊട കിട്ടി കൊട ഇതാണ് പേരച്ചൂട്ടല്ലേ അതെ അത് നിനക്ക് പറക്കാനുള്ള ഓക്കെ നല്ല മേലെ ഒറ്റ ചാട്ടം ഇത് കയ്യിൽ വെച്ച് പൊട്ടിക്കുന്ന എന്തോ സാധനമാണോ പൊട്ടിക്കുന്നല്ല എന്തോ ബുസ് വേണം കൊളുത്തിക്കോ പൊട്ടുമല്ലോ എന്നാ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അത് അഴിഞ്ഞു വന്നത് രതീഷ ഇതാ ഇതിൽ രണ്ടും കൂടി ഇങ്ങനെ അമർത്തി പിടിക്കലായിരുന്നു അല്ലേ എന്നിട്ട് ഇങ്ങനെ ആക്കണായിരുന്നു കേട്ടാ സംഭവം നല്ല അടിപൊളിട്ടാ ചെറിയ സാധനമാണല്ലേ രസമുണ്ട് ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാം ഇനി മയിൽപ്പീല് കേട്ടാ മയിൽപ്പീല് പോലെ കത്തുന്നാ പറഞ്ഞത് എടേ ഇവിടെ നടക്ക് കൊടുത്തിട്ടോ എല്ലാത്തിനും പിടിക്കും യെസ് അതന്നെ കളി സംഭവം അടിപൊളിട്ടാ സൂപ്പർ സാധനം അല്ലേ നല്ല രസമുണ്ടായിരുന്നു ഇനി പൊട്ടൊന്നുമില്ലല്ലേ കഴിഞ്ഞു പൈസ പോയ പോക്കെ വോൾക്കാനോട്ടാ വോൾക്കാനോ കൊളുത്തിരേശ വോൾക്കാനോ പോലെ ആണെന്ന് പറഞ്ഞു ഇന്തോനേഷ്യ ഓടിക്കോ ചിലപ്പോൾ പൊട്ടാൻ സാധ്യത
ഇത് ഭയങ്കര ടൈം കിട്ടാ, കുറെ നേരം കത്തിയിട്ട സാധനം, സംഗതി പൊളിച്ചത് സാധനം. ഇത് 2 ബുസ് വേണം അല്ലേ? ബുസ് വേണം. കൊളുത്തിക്കോ ഓടിക്കോ കേട്ടാ. ആ മതി, ഓക്കെ. ഇത് സംഗതി 2 കളറാണ്ടാ. നമ്മളല്ലേ 2 2ആയി കത്തിക്കുക. ഒന്ന് വൈറ്റും ഒന്ന് ഗോൾഡനും ആയിരുന്നു. പക്ഷെ നമ്മൾ 2 ഒരുമിച്ച് കത്തിച്ചു. സൂപ്പർ. 2 പേരൊന്നല്ലേ? ഒന്നല്ലേ. ഇത് നമുക്കൊരു പെപ്സി കുടിച്ച് തുടങ്ങിയാലോ? ഭയങ്കര ദാഹം കേട്ടാ. വാ, ഇത് പെപ്സി അല്ലത്, അണികുണ്ട് കണ്ടാ, ഉള്ളിലുണ്ട് സാധനം. എന്താ കൊളുത്തിക്കോ, ഒന്നും നോക്കണ്ട, കൊളുത്തിക്കോ. അതന്നെ സംഭവം. പുഷ്പമാണ് തന്നെ. അത്രേ ഉള്ളൂ കേട്ടാ. ലാസ്റ്റ് ഒരു പൊട്ടലോട് കൂടിയിട്ടുള്ള ഒരു സാധനം അല്ലേ? ചെറിയൊരു പൊട്ടലോടുള്ള സാധനം. ഇതാ ബുസ് വേണം. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി വാട്ടർ മെലൻ കേട്ടാ. വാട്ടർ മെലൻ്റെ മോഡലിൽ എന്തോ സാധനം ഉണ്ടാക്കിയേക്കാണ്. പൊട്ടിക്കാം, കൊളുത്തിക്കോ, ഒന്നും നോക്കണ്ട. അതും പുഷ്പവാണം തന്നെയാണ്. ചെറുതിട്ടാ. ഇത് സേഫ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാ. വലിയ പ്രശ്നങ്ങളില്ലാത്ത സാധനം അല്ലേ? വളരെ സേഫ് ആയിട്ട് കുട്ടികൾക്ക് കത്തിക്കാൻ പറ്റുന്ന സാധനമാണ്. വലിയ ശബ്ദമോ അല്ലെങ്കിൽ വലിയ വയറോ ഒന്നുമില്ല കേട്ടാ. സംഭവം പൊളിച്ചു. ഇത് കയ്യിൽ വെച്ച് പൊട്ടിക്കുന്ന ഒരു ഷോട്ടാണ്. എന്താണെന്ന് നോക്കാം. ഇതാ അല്ലേ? ഇതാ ഇങ്ങനെ ഇരിക്കുന്ന സാധനം തന്നെ. ഇതിവിടെ ഒരു സാധനമുണ്ട്. നമ്മളിതിൽ കൊളുത്തണം കേട്ടാ. ഇതാ ഇതിൽ കൊളുത്തുക. അപ്പോൾ കയ്യിൽ വെച്ച് പൊട്ടിക്കാന്ന് പറഞ്ഞത്. രതീഷ് എന്നാൽ കൊളുത്തിട്ട് ഓടിക്കോ. കൊളുത്തിട്ട് ഓടിക്കും. ഞാൻ പിടിക്കാം, പേടിക്കല്ലേ? ഞാനല്ലേ പിടിക്കുന്നത്. റെഡിയല്ലേ? Wow! Bonita. Wow! Hold it. Ah. Super. കഴിഞ്ഞുട്ടാ. സംഗതി കഴിഞ്ഞു. പക്ഷെ നോക്കാൻ പറ്റില്ല. എന്തറിയാം, നമുക്ക് കളയാം. എത്ര ഷോട്ട്? 2, 4, 6, 8, 10 ഷോട്ട് കേട്ടാ. 10 ഷോട്ട്. സൂപ്പർ, അടിപൊളി സാധനം കേട്ടാ. ഇത് ചെറുതെന്തോരം സാധനം ഉണ്ട് നോക്കാം കേട്ടാ. ഇതെന്താ സാധനം എന്നുള്ളത്. എന്നാ 2 കൊളുത്തിക്കോ, പേടിക്കണ്ട, ധൈര്യത്തിൽ കൊളുത്തിക്കോ. ഞാൻ ഓടും, നീ അവിടെ ഇരിക്കും. എന്താ സാധനം എന്നുള്ളത് കേട്ടാ. കൊളുത്തിക്കോ. ഓക്കെ. അത് പാളിയിട്ട സംഭവം എന്തറിയോ? ഈ സാധനം രതീഷേ, ഇതിന്ന് 4-5 പോയി തിരിയണതാണ് വിഷയം. പക്ഷെ ഈ സ്ഥലം തിരിയാനുള്ള സ്ഥലമല്ലാത്തതുകൊണ്ട് എന്തായി, അവിടെ തന്നെ കിടന്ന് തിരിഞ്ഞു കേട്ടാ. അത് പാളി. ഇത് ലുഡോ കിങ് കേട്ടാ. പൊട്ടുന്നതല്ല സാധനം. എന്തായാലും സേഫാണ്. കൊളുത്തിക്ക രതീഷേ, ഒന്നും പേടിക്കണ്ട. വോൾക്കാനോന്റെ വേറെ സാധനം. അത് പൊളിച്ചോട്ടാ സംഗതി. എന്തറിയോ, ഈ ലുഡോ കളിക്കും പോലെ ഉള്ള സാധനം അല്ലേ? നല്ല കളറായിട്ട് കുറേ സാധനം വന്നു. നല്ല രസമുണ്ട്. ഇത് സ്പെഷ്യൽ കമ്പി തിരിട്ടാ. ഇങ്ങനെ നമ്മൾ കൊളുത്തി കഴിഞ്ഞാൽ 5-6 ഒന്നായിട്ട് ഈ റബ്ബർ ബാൻഡ് പൊട്ടി വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് നോക്കാം അല്ലേ? കൊളുത്ത് ഇങ്ങനെ കൊളുത്തി കഴിഞ്ഞാൽ ഇതിപ്പോൾ താഴേക്ക് വരുന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടാ. ഇത് ഭയങ്കര സംഭവമുള്ളത്. ഇതിങ്ങനെ തിരിഞ്ഞ് ഇറങ്ങണം എന്നുള്ളതാണ് പറഞ്ഞു കേട്ടതാ. ഇങ്ങനെതാ ഇതന്നെ കുട്ടികൾ ഇങ്ങനെ കളിക്കാൻ നല്ല രസമുണ്ടാ അല്ലേ? ഇതാ ഇങ്ങനെ ഇറങ്ങണ സാധനം. പതുക്കെ ഇറങ്ങി അവിടെ എത്തുമ്പോഴേക്കും തീരും.
കേട്ടാ ഇതാ ഇത് രസമുണ്ട് കേട്ടോ സാധനം. ഇത് വാവ് അടിപൊളി കഴിഞ്ഞോട്ടോ. അത് രസമുണ്ടായിരുന്നു ആ സാധനം. ഇത് സൂപ്പർ സാധനം ഇത് അല്ലേ? കുട്ടികൾക്ക് നല്ല പാകമാണത് കളിക്കാനായിട്ട്. ഇതിങ്ങനെ താഴെ ഇങ്ങനെ ഇറങ്ങി വരുന്നതായിരുന്നു. സൂപ്പറായിരുന്നു. ഇതാണ് മ്യൂസിക് റോക്കറ്റ് കേട്ടാ. നമുക്കിത് വിട്ട് നോക്കാം. മ്യൂസിക് റോക്കറ്റ് 3 കൊളുത്തി വേണം കേട്ടാ. പേടിക്കൊന്നുണ്ടോ? മ്യൂസിക്കായിട്ട് പോണതാണ്. ധൈര്യത്തിൽ കൊളുത്തിക്കുന്നത് മ്യൂസിക് റോക്കറ്റ്. വിട്ടോ. അത് പൊളിച്ചോട്ട സാധനം അല്ലേ? അത് നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി സാധനം കേട്ടോ. സൂപ്പർ സാധനം. ഇത് 2 എന്താണെന്നറിയില്ല. കയ്യിൽ പിടിച്ചു കൊണ്ടാണ്. നോക്കാലോ. എന്നാ കൊളുത്തിന് ശേഷം 1 2 നക്ഷത്രങ്ങൾ പാറിപ്പറക്കട്ടെ. അടിപൊളിട്ടാ സംഭവം. അയ്യോ ഇത് മേലെ തട്ടുന്ന സംഭവേ പ്രശ്നമുണ്ട്. അടിപൊളി സാധനം. അടിപൊളി. ഇതെന്താ ഒരു ടൈമിംഗ് ആണ് ഇതിന് അല്ലേ? ഭയങ്കര ടൈമിംഗ് ആയിട്ടത്. സൈറൺ എന്തോ സൈറൺ അതുപോലെ തന്നെ പൊട്ടൊരു സാധനം കേട്ടാ. നോക്കാലോ. 2 തിരിയിട്ട് കൊളുത്തി. 2 കൊളുത്തി കേട്ടാ. മുകളിലേക്ക് പോവേ. പൊട്ടല്ലട്ടാ സൗണ്ട്. സൈറൺ മാത്രമേ കേട്ടാ. പൊട്ടൽ കുത്തി നിർത്തണമായിരുന്നു. താഴെ വീണു അല്ലേ? സംഭവം നല്ല രസമുണ്ടായിരുന്നു. നല്ല സൗണ്ട്. ഉറക്കനൊക്കെ ഓടിപ്പോ. ഇത് കയ്യിൽ പിടിച്ച് തന്നെ തിരിക്കാവുന്ന ശംഖ് ചക്രമുണ്ട്. ശംഖ് ചക്രം തിരിക്കും. നമ്മൾ ശംഖ് ചക്രം തറയിൽ വെച്ച് തിരിക്കുന്നു. ഇതാദ്യം നോക്കുക. അടുത്തത് ഇത് നല്ല സ്പീഡാണ്. ഇത് അടിപൊളി സാധനം കേട്ടാ. സ്കൈ ഷോട്ട് കേട്ടാ. സ്കൈ ഷോട്ട് നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാം അല്ലേ? എന്നാ വെച്ചോ. മഴ വരുന്നുണ്ട്. പൊളിച്ചിട്ടോ. അടിപൊളിട്ടാ. സൂപ്പർ സാധനം പറഞ്ഞ സൂപ്പർ സാധനം. ഒരു രക്ഷയില്ല. ഇത് 5 ഇഞ്ച് സ്കൈ ഷോട്ട് കൊളുത്തിക്കാൻ. സ്കൈ ഷോട്ട് വെക്കുമ്പോൾ കൃത്യമായിട്ട് വെച്ചിട്ട് വേണം കൊളുത്താൻ. ചരിവുള്ളി എന്താ പറയുക? ചരിവിലേക്ക് പോകും. കൊളുത്തിക്കോ. അപ്പോ അടുത്ത സ്കൈ ഷോട്ട് കേട്ടാ. ഇനി ഒരെണ്ണം കൂടെ നമ്മുടെ സ്കൈ ഷോട്ട് ഉണ്ടല്ലേ? കൊടുത്ത് അത് സൂപ്പർ ഡബിൾ സ്കൈ ഷോട്ട്. ഇനി ഒരെണ്ണം കൂടെ ഇട്ടാ. മഴ വരണ്ടേ? നമുക്ക് അടുത്ത് പൊട്ടിക്കാം. ഇത് വേറൊരു സ്കൈ ഷോട്ട് കേട്ടാ. പൊട്ടിച്ചാൽ കൊളുത്തിക്കോ. ഓരോ സ്പെഷ്യലാണ് എല്ലാം. ഇത് മൊത്തപ്പെടുത്തന്നെ പൊട്ടിയാ. അടിപൊളിട്ടാ. താഴെ വരണം. പിന്നെ മുകളിൽ പോയിരുന്നു അല്ലേ? അത് സൂപ്പർ കാലക്കേട്ടാ. സൂപ്പർ സാധനം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് സ്കൈ ഷോട്ട് ആണ്ടാ. ഇതും കൂടെ പൊട്ടിച്ച് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. റെഡി. ഇത് നല്ല കോട്ട പോലെ അടിപൊളി സാധനമാണ്. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ദീപാവലി ട്ടാ. മഴ വരികയാണ്. നമ്മുടെ ഇനിയും കുറച്ച് പടക്കങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അവസാനിപ്പിക്കാട്ടാ. ഇത് നമ്മൾ വീട്ടിൽ വെച്ച് പൊട്ടിക്കല്ലേ? ഇനി മഴ വിട്ടിട്ട് നമ്മൾ വീട്ടിൽ വെച്ച് എല്ലാം പൊട്ടിക്കട്ടാ. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ദീപാവലിയും വിഷു ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുക അല്ലേ? അപ്പോൾ എന്തായാലും ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. തുടർന്ന് ഇനിയും വീഡിയോ ഉണ്ട്. ഇനിയും പടക്കങ്ങളുടെ വീഡിയോ ഉണ്ട്. നമ്മൾ മഴ കഴിഞ്ഞ് വീണ്ടും ഷൂട്ട് തുടങ്ങും അല്ലേ? അപ്പോൾ അടുത്ത പടക്കങ്ങളുടെ അടുത്ത പരിപാടികൾ നമ്മൾ കാണാം.